നമസ്കാരം. രൂപയുടെ മൂല്യത്തകർച്ചയും കോർപ്പറേറ്റ് വരുമാനത്തിലെ ഇടിവും ഉൾപ്പെടെ നിരവധി സുപ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മാന്ദ്യം രേഖപ്പെടുത്തിയ കാലഘട്ടമാണ് കടന്നുപോയത്. ഡിസംബർ 2-ന് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 84.70 എന്ന റെക്കോർഡ് താഴ്ചയിലേക്ക് ഇടിഞ്ഞതും ഇതോടനുബന്ധിച്ച് വാർത്തയായി. സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാകുമെന്ന ആശങ്കയും ഡെലിവറി ചെയ്യാനാകാത്ത ഫോർവേഡുകളിലെ ഗ്രീൻബാക്ക് ഡിമാൻഡ് വർദ്ധിച്ചതുമാണ് രൂപയുടെ മൂല്യത്തിനുണ്ടായ ഇടിവിന് കാരണമെന്ന് ഡീലർമാർ പറഞ്ഞു. കഴിഞ്ഞ ഏതാനും വർഷമായി നിരന്തരം ഇടിയുന്ന രൂപയുടെ മൂല്യം 2024 മാത്രം 1.8% ഇടിഞ്ഞു. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ബ്രിക്സിനുള്ള താരിഫ് ഭീഷണി കറൻസിയെ ബാധിച്ചതായി വിദഗ്ധർ പറഞ്ഞു. ഇങ്ങനെ പോയാൽ വൈകാതെ രൂപയുടെ മൂല്യം $1 85 എന്ന നിലവാരം കടന്നേക്കുമെന്നാണ് ഊഹിക്കപ്പെടുന്നത്. ഇത് റിസർവ് ബാങ്കിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന കാര്യം ഉറപ്പാണ്. മൂന്നാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും വളരെ മന്ദഗതിയിലായതിനാൽ നിരക്ക് കുറയ്ക്കാൻ RBIയിൽ കൂടുതൽ സമ്മർദ്ദം ഏറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 5.4% കുറഞ്ഞു. ഇത് 7 പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. കോർപ്പറേറ്റ് വരുമാനത്തിലെ ഇടിവ് സർക്കാരിന്റെ നേരിട്ടുള്ള നികുതി വരുമാനത്തെയും സാമ്പത്തിക നിലയെയും ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2025 സാമ്പത്തിക വർഷത്തിൽ ലിസ്റ്റഡ് കമ്പനികൾ നികുതി പേയ്മെന്റിൽ 7% വാർഷിക കുറവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും മോശം കണക്കാണിത്. 7 പാദങ്ങളിലെ കോർപ്പറേറ്റ് നികുതിയിലെ ആദ്യ ഇടിവും ഇതിനകം രേഖപ്പെടുത്തി. പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 56.5 ഇടിഞ്ഞതോടെ ഉൽപാദന മേഖല നവംബറിൽ ഇടിവ് നേരിട്ടതായി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഡോളറിന് മേൽ രൂപയ്ക്കുണ്ടായ റെക്കോർഡ് മൂല്യ തകർച്ച കയറ്റുമതിയെ കാര്യമായി ബാധിക്കുന്നതും ഇറക്കുമതി ഉൽപ്പന്നങ്ങൾക്ക് അനിയന്ത്രിതമായ വിലക്കയറ്റമുണ്ടാക്കുന്നതുമാണ് എന്നതിനാൽ രാജ്യത്തെ സമ്പദ്ഘടന കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പ്. നിരവധി പാദങ്ങളിലായി തുടരുന്ന രൂപയുടെ മൂല്യ തകർച്ച നേരിടാൻ ക്രിയാത്മകമായ ഒരു നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, വിഷയത്തെ ഗൗരവം കുറച്ച് കാണുന്നതിനും രൂപയുടെ മൂല്യം ഇടിയുകയല്ല, മറിച്ച് ഡോളർ ശക്തിപ്പെടുക മാത്രമാണ് ഉണ്ടായത് എന്ന വിചിത്രവാദമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്നുമുണ്ടായത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഇല്ലാത്ത തൊഴിലില്ലായ്മ നിരക്കാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നടത്തിയ പഠനത്തിലെ കണ്ടെത്തലും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. ആഗോള പട്ടിണി സൂചികയിൽ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 117 ആണെന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. കോർപ്പറേറ്റ് വളർച്ച മാത്രം മുന്നിൽ കണ്ട് സമ്പദ്ഘടനയെ അഭിസംബോധന ചെയ്തു പോന്ന കേന്ദ്ര ഗവൺമെന്റിനെ ആ രംഗത്തുണ്ടായ ഇടിവ് കണ്ണു തുറപ്പിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.